ഇവരെല്ലാം ചേർന്ന് ജോൺ ബ്രിട്ടാസിനെ മുന്നേ ആക്കിയാൽ ജോൺ ബ്രിട്ടാസ് മുന്നേ ആവില്ല. ഇപ്പോൾ രണ്ടാമത് അവർ കൃത്യമായി ഉന്നമിക്കുന്ന ഒരാൾ രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസാണ്. ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മോദിയും അമിത്ഷായും അടക്കമുള്ളവർ വിറകൊള്ളാൻ തുടങ്ങും. സംഘപരിവാറിന്റെ അക്രമോത്സുക വർഗീയ രാഷ്ട്രീയത്തെ പല്ലും നഖവും ഉപയോഗിച്ച് സത്യസന്ധമായി എതിർക്കുകയും അതിൽ ഒരു കാലത്തും ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവരെ ഒറ്റ തിരിഞ്ഞാക്രമിച്ച് ഇല്ലാതാക്കുകയോ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നത്, പബ്ലിക്കിന് മുന്നിൽ പൊതുജനത്തിന് മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നത് സംഘപരിവാറിന്റെയും UDFന്റെയും ഇപ്പോൾ അവരോടൊപ്പം ഒളിഞ്ഞും തെളിഞ്ഞും തോൾ കയറ്റി നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും ഒരു പൊതുവായ കാര്യപരിപാടിയാണ്, പൊതു അജണ്ട. സമീപകാലത്ത് അങ്ങനെ മുദ്രകുത്തി വാദ്യം പ്രതിയാക്കുക എന്ന് പറയില്ലേ, അതായത് സംഘപരിവാറിനോടുള്ള ശക്തമായ രാഷ്ട്രീയ വിയോജിപ്പ് അതിന്റെ എല്ലാ തരത്തിലുള്ള മുനകളോടെയും മൂർച്ചയോടെയും പ്രകടിപ്പിക്കുന്നവരെ നേരെ തിരിച്ച് സംഖ്യകളാക്കുന്ന പരിപാടിയുണ്ടല്ലോ. ഒന്നാമത് അവർ ആക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ സംഘപരിവാറിനോട് മൃദു സമീപനം പുലർത്തുന്നു എന്നുള്ള നട്ടാൽ കുരുക്കാത്ത നുണ ജമാഅത്തെ ഇസ്ലാമിയും UDFും ചേർന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു. സംഘപരിവാറിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. കാരണം സംഘപരിവാറിന്റെ നിത്യവിമർശകനായ പിണറായിക്ക് തങ്ങളുടെ ആളാണ് എന്നൊരു മുദ്ര കിട്ടിയാൽ അദ്ദേഹത്തിന്റെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾ അദ്ദേഹത്തെ സംശയത്തോടെ നോക്കുമല്ലോ. എല്ലാവരുടെയും ഉദ്ദേശം അതായിരുന്നു ഈ കക്ഷികളുടെ എല്ലാം, ഈ പറഞ്ഞ കക്ഷികളുടെ എല്ലാം. ഇപ്പോൾ രണ്ടാമത് അവർ കൃത്യമായി ഉന്നമിക്കുന്ന ഒരാൾ രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസാണ്. അതിന് കൃത്യമായ കാരണമുണ്ട്. വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ പാർലമെന്റിൽ ഇടിമുഴക്കമാകുന്ന കേരളത്തിന്റെ പ്രതിനിധിയാണ് ജോൺ ബ്രിട്ടാസ്. അത് അങ്ങനെ തന്നെ പറയണം. കാരണം ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മോദിയും അമിത്ഷായും അടക്കമുള്ളവർ വിറകൊള്ളാൻ തുടങ്ങും. നമ്മൾ അതിശയോക്തി പറയുകയല്ല. കാരണം കണ്ണിൽ നോക്കി മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി കൃത്യമായി ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള കാപട്യങ്ങളൂടെ തുറന്നു കാട്ടുന്നതിൽ കഴിഞ്ഞ 6 വർഷത്തോളമായി ജോൺ ബ്രിട്ടാസ് വിജയിച്ചു നിൽക്കുന്നു എന്നത് അവരെ ആലോചനപ്പെടുത്തുന്നുണ്ട്. ജോൺ ബ്രിട്ടാസിന്റെ ഓരോ പ്രസംഗങ്ങളും കൃത്യമായി ചെന്ന് കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നുണ്ട്. അത് രാജ്യവ്യാപകമായി വീഡിയോ ആയിട്ടും ദൃശ്യമാധ്യമങ്ങളിലൂടെയായിട്ടും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ എത്തേണ്ടിടത്തെല്ലാം എത്തുന്നു, കൊള്ളേണ്ടിടത്തെല്ലാം കൊള്ളുന്നു. മനസ്സിലാക്കേണ്ട കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അല്ലെങ്കിൽ LDFന്റെ രാജ്യസഭാംഗമായ ജോൺ ബ്രിട്ടാസ് പറയുന്ന രാഷ്ട്രീയത്തെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രഹരശേഷിയോടുകൂടിയും ചെന്ന് കൊള്ളിക്കാൻ പോകുന്ന രാഷ്ട്രീയ വ്യക്തതയുള്ള ആൾ മാത്രമല്ല, അത് നന്നായി പറയാൻ നല്ല ഭാഷ ഹിന്ദിയും മലയാളവും ഇംഗ്ലീഷും നന്നായി പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ്. അങ്ങനെ ഒരാൾ എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ തന്നെ വലിയ പണി വരുന്നുണ്ട് എന്നിവർക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായി. അത് കഴിഞ്ഞ 6 വർഷവും അവർ അനുഭവിക്കുകയാണ്. അതിന് തുടർച്ചയായിട്ടാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എമ്പുരാൻ സിനിമയിലെ മുന്ന എന്ന അതിനിഷേധാത്മകമായ കൊടും വിഷമായ കഥാപാത്രം, എന്നാൽ അയാൾ നേരിട്ട് അയാളുടെ ഉള്ളിലെ വിഷം, അയാളുടെ നിഷേധാത്മക സ്വഭാവം, കുഴപ്പക്കാരനാണ് എന്ന് അപകടകാരിയാണ് എന്നത് പ്രകടിപ്പിക്കുന്നില്ല. മറഞ്ഞു നിന്നുകൊണ്ട് ചെയ്യാവുന്ന ബുദ്ധിതിരിപ്പെല്ലാം ചെയ്യുന്ന മുന്ന അതീവ അപകടകാരിയാണ്. മുന്ന ആരാണ്? ഈ പാർലമെന്റിൽ ഒരു മുന്നയുണ്ട് എന്ന് സുരേഷ് ഗോപിയെ പേരെടുത്ത് പറയാതെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. അത് സുരേഷ് ഗോപി ചെന്ന് കൊണ്ടു എന്ന് മനസ്സിലായത് അദ്ദേഹം തന്നെ പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ജഗദീഷ് ശ്രീകുമാർ ഒരു കഥാപാത്രമായി സിനിമയിൽ പറയുന്നത് പോലെ ഇത് എന്നെയാണ്, എന്നെ തന്നെയാണ്, എന്നെ മാത്രമാണ് എന്ന നിലയിൽ പ്രതികരിച്ചപ്പോഴാണ്.
ആളുകൾക്കെല്ലാം മനസ്സിലായി കേരളത്തിൻ്റെ ജനപ്രതിനിധിയായി നിന്നുകൊണ്ട് കേരളത്തിന് ഭാരം വയ്ക്കുന്ന ഇത്തരം ആളുകളെ തുറന്നു കാട്ടാൻ പറ്റിയ ഏറ്റവും യോജിച്ച പേരാണ് മുന്ന. അത് ജോൺ ബ്രിട്ടാസ് പറഞ്ഞപ്പോൾ അത് കൃത്യമായി കൊണ്ടു. എന്നിട്ട് ഇപ്പോഴോ ജോൺ ബ്രിട്ടാസിനെ മുന്നിയാക്കാനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നത്. അതാണ് നമ്മുടെ പോയിന്റ്. എങ്ങനെയാണ് കേരളത്തിൽ, അതായത് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനും കേന്ദ്രം ഭരിക്കുന്ന NDA സർക്കാരിനിടയിൽ ജോൺ ബ്രിട്ടാസ് പാലമാകുന്നത്ര, പിന്നെ പാലമാകാതെ പിന്നെ കേരളത്തിൻ്റെ പ്രതിനിധി രാജ്യസഭാംഗം കിടങ്ങായി മാറും. സ്വാഭാവികമായ ഉത്തരവാദിത്തമല്ലേ അത്? രാഷ്ട്രീയമായി ഇടതുപക്ഷവും BJP തമ്മിലുള്ള എല്ലാ വിയോജിപ്പുകളെയും അതിൻ്റെ പൂർണ്ണതയിൽ ഒരു സംശയത്തിന് ഇവിടെ കൊടുക്കാൻ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് രണ്ട് ഗവൺമെന്റുകൾ, കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് NDA ഗവൺമെന്റിന്റെ ഔദാര്യമല്ല കേരളത്തിൽ നിന്ന് തരുന്നത്. അത് LDFനോ പിണറായി വിജയനോ ബ്രിട്ടാസിനോ കൊടുക്കുന്ന വ്യക്തിപരമായ ഔദാര്യവുമല്ല. അത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തിന് കിട്ടാനുള്ളതുപോലെ കേരളത്തിന് കിട്ടാനുള്ള അർഹമായ പദ്ധതികളും പദ്ധതി വിഹിതങ്ങളുമാണ്. അത്തരം കാര്യങ്ങളിൽ ഒരു കർമ്മോത്സുകനായ ആക്റ്റീവായ ഒരു രാജ്യസഭാംഗം അല്ലെങ്കിൽ ലോക്സഭാംഗം ഒരു ജനപ്രതിനിധി ഡൽഹിയിൽ നിൽക്കുമ്പോൾ അവർ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഇത്തരം കൊടുക്കൽ വാങ്ങുകൾക്കിടയിലെ സ്വാഭാവിക പാലമാകണം. പാർലമെന്റിൽ ഗർജിക്കുക മാത്രമല്ല, കേരളത്തിൽ വന്ന് തെക്കുവട കൂടി നടക്കുക. നമ്മുടെ UDFന്റെ ചില രാജ്യസഭാംഗങ്ങളുടെയും ലോക്സഭാംഗങ്ങളുടെയും ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ വന്ന് മുക്കിൽ പ്രസംഗം നടത്തുക സംസ്ഥാന സർക്കാരിനെ, അതുമാത്രമല്ല ഉത്തരവാദിത്വം, അതും ഇതിന്റെ ഭാഗമാണ്. പക്ഷേ സംസ്ഥാന സർക്കാരും കേന്ദ്രത്തിനും ഇടയിൽ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ പാലമാകാനും കഴിയണം. അത് രണ്ട് സർക്കാരുകളുടെയും രാഷ്ട്രീയ നേതൃത്വങ്ങളെ യോജിപ്പിക്കാനുള്ള പാലമൊന്നുമല്ല. ഇടതുപക്ഷത്തിനും BJPക്കും ഇടയിൽ രാഷ്ട്രീയ പാലമാകാൻ ജോൺ ബ്രിട്ടാസ് വേണം. അങ്ങനെയല്ലല്ലോ. എത്രയോ വർഷങ്ങളായി ഈ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുകുന്നതാണ്. അതിനിടയിൽ ഒരു രാജ്യസഭാംഗം വന്നിട്ട് പാലമായി പുതിയ സമവാക്യങ്ങൾ ഉണ്ടാക്കണോ? അതിന്റെ ആവശ്യമേ ഇല്ലല്ലോ. അത് അങ്ങനെ പറയുന്നവരുടെ അജണ്ട ഒരാൾ തുറന്നു കാട്ടപ്പെട്ടപ്പോൾ അയാളുടെ അസ്വസ്ഥതകളെ മറയ്ക്കാനും രക്ഷിക്കാനും വേണ്ടിയാണ്. അതിന് ആരൊക്കെ കൂട്ടു നിൽക്കുന്നത്? തൃശ്ശൂരിൽ K. മുരളീധരനെ വടകരയിൽ നിന്ന് കൊണ്ടുവന്ന് നിർത്തി 3ാം സ്ഥാനത്തേക്ക് ചവിട്ടി താഴ്ത്തിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ അവസരം ഉണ്ടാക്കിയവർ UDFകാർ, കോൺഗ്രസുകാർ. അവരുടെ പുതിയ സഹയാത്രികരായ പ്രഖ്യാപിത ഫാസിസ്റ്റ് വിരുദ്ധരും എന്നാൽ RSSുമായി കൂടിക്കാഴ്ച നടത്തി സഖ്യമുണ്ടാക്കാൻ സുഹൃത്തുക്കളാകാൻ ശ്രമിച്ചവരുമായ ജമാഅത്ത് ഇസ്ലാമിക്കാർ, ഇവരെല്ലാം ചേർന്ന് ജോൺ ബ്രിട്ടാസിനെ മുന്നേയാക്കിയാൽ ജോൺ ബ്രിട്ടാസ് മുന്നേയാവില്ല. പിണറായി വിജയൻ മൃദു ഹിന്ദുത്വവാദിയാവില്ല. ഇടതുപക്ഷം അല്ലെങ്കിൽ CPM സംഘപരിവാറിലൂടെ ഏതെങ്കിലും തരത്തിൽ മൃദു സമീപനം സ്വീകരിക്കുന്നവരാവില്ല. വിട്ടുവീഴ്ചയില്ലാത്ത ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മുന്നണി പോരാളികളായി നിൽക്കുന്നവരെ അതിന്റെ ഗുണഭോക്താക്കൾക്കറിയാം. ആരാണ് ഗുണഭോക്താക്കൾ? ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിൽ വിശ്വസിക്കുന്ന, ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ പ്രദാനം ചെയ്യുന്ന സാധാരണക്കാർ മുതൽ ഏത് ലെവൽ വരെയുള്ളവരും അവരാണ് ഗുണഭോക്താക്കൾ. ജനാധിപത്യത്തിന്റെയും ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെയും സെക്യുലറിസത്തിന്റെയും ആവർക്കറിയാം ആരൊക്കെ എവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്ന്. ബ്രിട്ടാസ് എവിടെയാണെന്നും അവർക്കറിയാം. ബ്രിട്ടാസിനെ മുന്നിലാക്കാൻ ശ്രമിക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ ഈ കുപ്രചരണത്തിന്റെ മുന തങ്ങൾക്ക് നേരെ തിരിഞ്ഞു വരുമ്പോൾ, ബൂമറാങ് പോലെ തിരിഞ്ഞു വരുമ്പോൾ അവരൊന്ന് ആലോചിക്കും. നുണകൾ കൊണ്ട്, കുപ്രചാരണങ്ങൾ കൊണ്ട്, തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ട് രാഷ്ട്രീയം കെട്ടിപ്പടുക്കാൻ കഴിയില്ല. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടും. ഒന്ന് ആലോചിച്ച് നോക്കണം. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ച, ഇതുവരെ 2ാമത് മഹാത്മജിയെ കൊന്നു എന്നാണ് പലരും വിശേഷിപ്പിച്ചത്. അങ്ങനെയുള്ള ദിനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സ്പീക്കറുടെ ചായസൽക്കാരത്തിൽ ഗാന്ധിയുടെ പേര് വാരായി സ്വീകരിക്കുന്ന ലോക്സഭാംഗം നമ്മുടെ വയനാട് MP പ്രിയങ്ക ഗാന്ധി പോയതിനെ ബ്രിട്ടാസ് വിമർശിച്ചത് തെറ്റാണ്. ഗാന്ധിയുടെ പേര് വാരായി കൊണ്ടു നടക്കുകയും അതിനെ രാഷ്ട്രീയമായി എൻകാഷ് ചെയ്യുകയും ചെയ്തവരാണല്ലോ ഇവർ. അവർക്ക് മിനിമം മഹാത്മജിയോട്, രാഷ്ട്രപിതാവിനോട് ഒരു കൂറിന്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ ദിനത്തിൽ അവർ ഈ പരിപാടിക്ക് പോകുമോ? ചായ കുടിക്കാൻ പോകുമോ? കൈ കൊടുക്കാൻ പോകുമോ? ഹസ്തദാനം ചെയ്യാൻ പോകുമോ? അവർക്ക് രാഷ്ട്രീയമായ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ അവർ മാറി നിൽക്കില്ലേ? എന്നിട്ട് അത് പറയില്ലേ, ഞങ്ങൾ മാറിയുന്നത് മഹാത്മജി അവർ വീണ്ടും കൊല്ലുന്നതുകൊണ്ടാണെന്ന്? അപ്പോൾ ബ്രിട്ടാസ് പറയണ്ടേ? അത് പറഞ്ഞതിന് പേരിൽ വീണ്ടും സൈബർ അറ്റാക്കും അല്ലാത്ത അറ്റാക്കും
ഈ ആക്രമണങ്ങളൊക്കെ പലതവണ പ്രതിരോധിച്ച് വന്നവരാണ് ഇടതുപക്ഷവും അതിൻ്റെ നേതാക്കന്മാരും. അതിൻ്റെ ഇപ്പോഴത്തെ പാർലമെന്റിലെയും പുറത്തെയും മുന്നണി പോരാളികളിൽ ഒരാളാണ് ബ്രിട്ടാസ്. അദ്ദേഹത്തെ, ജോൺ ബ്രിട്ടാസിനെ എന്ത് വില കൊടുത്തും രാഷ്ട്രീയമായും വ്യക്തിപരമായും ധാർമ്മികമായും ഈ കടന്നാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നത് ഓരോ മതേതര ജനാധിപത്യ വിശ്വാസിയുടെയും ഉത്തരവാദിത്വവും കടമയുമാണ്. ആ കടമ കേരളം, ഇന്ത്യ നിർവഹിക്കുക തന്നെ ചെയ്യും.